എങ്ങോട്ട് പോവാ? എങ്ങോട്ട് പോവാന്ന്? പാല് മേടിക്കാനാ? ആ, ഇന്നലത്തെ പത്രം കിട്ടിയാമേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നെടുത്ത് ഞാനേ പാലില്ല, പാല് മേടിക്കാം. അപ്പൊ ആദ്യമേ നീ പോയി ആ തുണിയൊക്കെ എടുത്തോണ്ട് മെഷീനകത്തേക്കിട്ട് കേട്ടോ. ഓക്കെ. ശരി, ഞാൻ പാലെടുക്കാനുള്ള പാലിനുള്ള കുപ്പി എടുക്കട്ടെ. തുണി എടുത്തോണ്ട് പോ. ലിക്വിഡ് ഞാൻ അകത്താ വെച്ചേക്കുന്നത് കേട്ടോ. എടാ, നമുക്ക് ആ ഇതൊന്ന് പൊതിച്ചിടണം. ഇതെല്ലാം ഉറക്കുന്നേ ലേ, ഉടുക്കത്തെ ചൂടല്ലേ? ചാച്ചനെ വിളിക്കാൻ, കാപ്പി എടുക്കാം. അമ്മേ, ഇന്ന് രാവിലെ കാപ്പിക്ക് തേങ്ങയൊക്കെ പൊട്ടിക്കുന്നു. പുട്ടും നല്ല നല്ല കുടമ്പുളി ഇട്ടും മീൻചാകുകളെ തോന്നി. വെറുതെ അല്ലേ തേങ്ങ പൊട്ടിക്കുന്നത്? പുട്ടിന് പിന്നെ തേങ്ങ വേണ്ടടാ. മിക്ക ദിവസങ്ങളും പുട്ടാണല്ലോ. ഇത് കഴിഞ്ഞ പിന്നെ ഈ ഒരു മാസമായിട്ട് ഞാൻ പുട്ടുണ്ടാക്കിയിട്ടില്ല. പിന്നെ വെള്ളം കളഞ്ഞ് രാവിലെ തേങ്ങ വെള്ളം നീ പോയി ഇതൊന്ന് ചെണ്ടിത്താ. പിന്നെ ഇപ്പൊ ചെണ്ടിത്തരേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പുട്ടാണോ? പുട്ടും മീൻകറി കഴിക്കില്ലേ? അതിനെ തന്നെ ചോറ് ഇടുന്നത്. ആ, നല്ല ടേസ്റ്റ് ചോദിച്ചാൽ ഞാനൊരു യൂട്യൂബിനകത്ത് കണ്ടതാണേ. പുട്ടിന്റെ പൊടി എടുക്കുന്നു, ഏത് കപ്പാണോ ആ കപ്പിനനുസരിച്ച് കുറച്ച് ചോറും കൂടെ, എന്നിട്ട് പതുക്കെ തേങ്ങയും ചോറും ആവശ്യം ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. നല്ല ടേസ്റ്റാ. പാല് വെച്ചിട്ട് വന്നോ? ഞാൻ പെട്ടെന്ന് പാലിക്കാം. എനിക്ക് ചായ വേണ്ട. രാത്രി എടുക്കാന്നില്ലേ? ഞാൻ പോകാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ, കളിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് കൂട്ട് വന്നിട്ട് കളിച്ചിട്ട് വരുമ്പോൾ എത്ര സമയം എടുക്കും കളിക്കാൻ അറിയില്ല. ഷോട്ട് അനുസരിച്ച് ഞാൻ പോട്ടെ. വന്ന പോയി. ആ, ഇപ്പൊ പോകുന്നില്ല. 8 മണിയാവില്ലേ പോകുന്നേ? 7:45. 7:45. ബിസ്ക്കറ്റ് വാങ്ങിച്ചോ? ഇല്ല, തിരക്ക് കാരണം മേടിക്കാൻ. എനിക്കറിയാവുന്നതാ, നീക്ക് പോകാനുള്ളതുകൊണ്ട് നീ ബിസ്ക്കറ്റ് വാങ്ങിക്കും. അങ്ങനെ നിങ്ങൾ ബിസ്ക്കറ്റ് കഴിക്കണ്ട അല്ലാണ്ട്. എന്നാ ശരി, എന്നാ ഓക്കെ, പോയിട്ടോ. നനയ്ക്കാൻ പോയിട്ട് വന്നിട്ട് മതിയില്ലേ? അത് ഞാൻ റെഡിയാക്കാം. മോട്ടർ ഓണാക്കാൻ നേരത്തെ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ തുണി വിരിച്ചിടാൻ പോവാ. കഴിയാറായോ റോയിച്ചാ? കഴിഞ്ഞോ? ഞാൻ തേങ്ങയിടയിൽ തന്നെ വിളിച്ചോ? ഇപ്പോൾ വരുമോ? ആണോ? മടുത്താ? ആ, ഈ കാറ്റ്, ചെറിയ കാറ്റ് ഉള്ളതുകൊണ്ട് പൊടിക്കാറ്റ് അല്ലേ? പണി എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. ഈ സ്പെഷ്യൽ പുട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അരി പുട്ടിൻ്റെ പൊടി എടുക്കുന്ന അതേ അളവിൽ തന്നെ ചോറും എടുക്കണം, തേങ്ങ എടുക്കണം. പാകത്തിന് ഉപ്പും ഇട്ടിട്ട് മിക്സിയിലൊന്ന് പതുക്കെ ഒന്ന് 2 പ്രാവശ്യം ഒന്ന് പതുക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല മയമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടുണ്ടാക്കും. അപ്പോൾ അതിൻ്റെ കൂടെ മീൻകറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ്.
അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻകറി കൂടിയും ഒഴിച്ച് ഇങ്ങനെയാണ് കഴിക്കണം. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പുട്ടിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എടുത്ത് കഴിക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.